സേതുവിൻ്റെ ഏറ്റവും പുതിയ നോവൽ മറുപിറവി പുറത്തിറങ്ങിയിരിക്കുന്നു. മറുപിറവിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കൂ. സമ്പന്നമായൊരു ചരിത്രമുള്ള ചേന്നമംഗലം എന്ന എൻ്റെ നാടിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു നോവൽ എഴുതുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 10-15 വർഷമായി. പക്ഷേ ആ പ്രദേശത്തെ വ്യത്യസ്തമായൊരു തലത്തിൽ സമീപിക്കാതെ വയ്യെന്ന തീരുമാനത്തിൽ എൻ്റെ ആലോചനകൾ അന്തമില്ലാതെ നീണ്ടുപോയി. ചരിത്രവും ഫിക്ഷനും കൂടിക്കലർന്ന് അതിരുകൾ മാഞ്ഞു പോകുന്ന രീതിയിലായിരുന്നു മനസ്സിലെങ്കിലും കൃത്യമായി തെളിഞ്ഞു കിട്ടാത്ത ഒരു ഭൂമിക അതിന് ചുറ്റുമുണ്ടായിരുന്നു. നാടിനെക്കുറിച്ചുള്ള ഓർമ്മകളിൽ തെളിഞ്ഞു കിട്ടുന്ന ചില സാമാന്യ ചിത്രങ്ങളുണ്ട്. ബ്രിട്ടീഷുകാരോട് പോരാടിയ കൊച്ചി രാജാവിൻ്റെ മന്ത്രിയും സൈന്യാധിപനുമായിരുന്ന പാലിയത്തച്ഛൻ, വഴി നടക്കാനായി അവർണർ നടത്തിയ പാലിയം സത്യാഗ്രഹം, നൂറ്റാണ്ടുകൾക്ക് മുമ്പത്തെ ജൂതന്മാരുടെ കുടിയേറ്റവും പിൽക്കാലത്ത് തിരിച്ചുപോക്കും, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വേരോടൽ, കൈത്തറി വ്യവസായത്തിൻ്റെ തുടക്കവും വളർച്ചയും, ചുറ്റുമുള്ള തുരുത്തുകളിലെ ലത്തീൻ കത്തോലിക്കരുടെ ജീവിതം, അങ്ങനെ പലതും. ഇവയ്ക്ക് ചുറ്റുമായി ഒരു കഥ നെയ്തുണ്ടാക്കാമെങ്കിലും മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ ഒരു സ്പാർക്ക് വീണുകിട്ടാത്തതുകൊണ്ട് ഞാൻ പലകുറി മടിച്ചു നിന്നു. ഈ കാലയളവിൽ പിന്നാമ്പുറത്ത് പഴയകാലം പറഞ്ഞു തരാൻ കൽപ്പുള്ള വലിയൊരു തലമുറ മാഞ്ഞുപോയിക്കൊണ്ടിരുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല. ശേഷിച്ചവരിൽ മിക്കവർക്കും ഓർമ്മകൾ കുറവായിരുന്നു. ഓർമ്മകളുള്ളവരാകട്ടെ ചിതറിയ ഓർമ്മകളുടെ അടിപ്പിടിക്കൽ എളുപ്പവുമായിരുന്നില്ല. അങ്ങനെയിരിക്കെയാണ് നാട്ടിനടുത്തുള്ള പട്ടണം